മക്കളെ LBSൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കുട്ടികൾക്കുണ്ടായ ഒരു സംശയമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്താണ്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കൂടെ കോളേജിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയുക. എന്താണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്നും രണ്ടാമത്തേത് കോളേജിൽ എന്തൊക്കെ കൊണ്ടുപോകണമെന്നും. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയാൽ കാണാം അലോട്ട്മെൻറ്റ് മെമ്മോ. ആ മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ കുട്ടിക്ക് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത്. ചിലർക്കത് ഫസ്റ്റിലാവാം, ചിലർക്കത് സെക്കൻഡ് ആവാം, തേർഡ് ആവാം. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പേരുണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, ജെൻഡർ ഉണ്ടാവും, നേറ്റിവിറ്റി ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, കുട്ടിയുടെ ഫോട്ടോ ഉണ്ടാവും, ഏത് റിലീജിയൻ ആണെന്നുണ്ടാവും, ഏത് റിസർവേഷൻ കാറ്റഗറിയാണ് എന്നുള്ളതുണ്ടാവും, ഫീസ് കൺസെഷൻ ഉണ്ടോ എന്നുള്ളതുണ്ടാവും, ഏത് കാറ്റഗറിയിലാണ് കൺസെഷൻ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എവിടെയാണ് കിട്ടിയതെന്നുണ്ടാവും. ഇതിപ്പോൾ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കിയിലാണ് കിട്ടിയത്. കോഴ്സ് BSc നഴ്സിംഗിനാണ് കിട്ടിയത്. റിപ്പോർട്ടിംഗ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇടുക്കി ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ്. കോട്ട സ്റ്റേറ്റ് മെറിറ്റിലാണ്. കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് ഉണ്ടാവും, എത്രാമത്തെ ഓപ്ഷനാണെന്നുണ്ടാവും, കുട്ടിയുടെ റാങ്ക് ഉണ്ടാവും. ഇനി ടോക്കൺ ഫീ ടു ബി പെയ്ഡ്, ഇനി എത്ര അടയ്ക്കണം എന്ന് ചോദിച്ചാൽ 0. കാരണം എന്താണ്, ടോക്കൺ ഫീ പെയ്ഡ് 23,170. അവൾ ഓൾറെഡി പേ ചെയ്ത കുട്ടിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പേ ചെയ്യണം. ഇവിടെ 0 ആണ് കാണിക്കുന്നതെങ്കിൽ പേ ചെയ്യേണ്ട, ഓൾറെഡി നിങ്ങൾ പേ ചെയ്തതാണ്. ഇനി ശ്രദ്ധിക്കുക, കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 13-ാം തീയതി തുടങ്ങി 20-ാം തീയതി വരെ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. 20-നുള്ളിൽ ജോയിൻ ചെയ്യണം. ഇനി ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഒന്ന്, നേറ്റിവിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്. അതിന് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഇതൊക്കെ കൊണ്ടുപോകാം. ഇതിലേതെങ്കിലും ഒന്നാണ് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടത്. ഇനി NCL കയറിയ കുട്ടിയാണെങ്കിൽ വാലിഡ് ആയിരിക്കുന്ന ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അത് വില്ലേജിലേതായിരിക്കണം. അതേപോലെ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലേതായിരിക്കണം. നിങ്ങൾ എടുത്തതുണ്ടാവും, അത് ഉപയോഗിക്കാം. SC/ST കുട്ടിയാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അത് താലൂക്കിലേതാവണം. ഇനി ഫീസ് കൺസെഷനുള്ള OEC കാറ്റഗറി ആണെങ്കിൽ എന്ത് ചെയ്യണം, കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതും താലൂക്കിലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി ഇൻകം സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ ഫീസ് കൺസെഷൻ ടു ദോസ് ആസ് ഗിവൺ ഇൻ OEC. അപ്പോൾ ഇതിൽ പറഞ്ഞ സർട്ടിഫിക്കറ്റ് പ്രൂവ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവണം. പിന്നെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നിങ്ങൾ കൊടുത്ത മാർക്കിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവണം. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. EWS കോട്ടയുള്ള കുട്ടിയാണെങ്കിൽ ആ EWSൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ആ EWS സർട്ടിഫിക്കറ്റ് വാലിഡ് ആവണം, വില്ലേജിലേതാവണം. ഇനി സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് ഓർ സ്കൂൾ ലിവിങ്. അതായത് നിങ്ങൾക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ SSLC കൊണ്ടുപോകാം, പാസ്പോർട്ട് കൊണ്ടുപോകാം, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ് കൊണ്ടുപോകാം, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം. പിന്നെ റെസിപ്റ്റ് ഓഫ് ട്യൂഷൻ ഫീ പെയ്ഡ്, തൊട്ട് മുമ്പ് നാം കാണിച്ചു 23,120 രൂപ കുട്ടി പേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്ലിപ്പ്. അപ്പോൾ ആ പേ ചെയ്തതിൻ്റെ സ്ലിപ്പും ഉണ്ടാവണം. ഇത്രയുമാണ് ബേസിക് ഡോക്യുമെൻറ്റ്. ഇത് കൂടാതെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റും അതെന്താണെന്ന് പറയാം. ഇതിൽ ഒന്ന്, കാൻഡിഡേറ്റ് പ്രിൻ്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷൻ ഫോം. അതായത് കാൻഡിഡേറ്റിൻ്റെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടാവണം. അത് സൂക്ഷിച്ച് വയ്ക്കാനാണ് നമ്മൾ പറഞ്ഞിരുന്നു. അലോട്ട്മെൻറ്റ് മെമ്മോ റിസീവ്ഡ് ഓൺലൈൻ, ഇപ്പോൾ നമ്മൾ കാണിച്ച അലോട്ട്മെൻറ്റ് മെമ്മോ. അപ്പോൾ ഒന്നാമത്തേത് അപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട്, രണ്ടാമത്തേത് അലോട്ട്മെൻറ്റ് മെമ്മോ. റെസിപ്റ്റ് ഓഫ് ട്യൂഷൻ ഫീ പെയ്ഡ്, നേരത്തെ പറഞ്ഞു ആ റെസിപ്റ്റ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് നമ്മൾ പറഞ്ഞു. 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം. ഒറിജിനൽ TC ഉണ്ടാവണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇനി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പ്രശ്നം വിതിൻ 6 months. ഈ അഡ്മിഷന് 6 മാസം മുമ്പ് എടുത്തതായിരിക്കണം. ഇനി അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയി പുതിയ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാം. അതേപോലെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, +2ൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോകണം. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇത് വലിയ പ്രശ്നങ്ങളില്ല. ഇതിൻ്റെ റീസൺ, കേരളത്തിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ, സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ CBSE അല്ലെങ്കിൽ ICSE ISC സിലബസിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല. ഇതല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ ബോർഡിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം. അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് ആപ്ലിക്കബിൾ ആണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും വേണ്ടി വരിക. ഇനിയുള്ളത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനക്സർ 10ൽ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ഞാൻ കാണിക്കാം. പ്രോസ്പെക്ടസിൽ ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറോട് വാങ്ങിയാൽ മതി. നിങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറോട് ഫില്ല് ചെയ്ത് വാങ്ങിയാൽ മതി. ഫോർം ഞാനിപ്പോൾ കാണിക്കാം.
അതേപോലെ സർട്ടിഫിക്കറ്റ് ഷോവിങ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഹാസ് ഗുഡ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടാവണം. ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ അവരെടുത്ത് തരും, ഇല്ലെങ്കിൽ നിങ്ങൾ ആ വാക്സിൻ വാങ്ങിക്കൊടുത്താലും അവരെടുത്ത് തരും. എന്നിട്ട് അതിൻ്റെ വാക്സിനേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ്, ഈ ആനുകൂല്യമുള്ള കുട്ടികൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പിന്നെ അതേപോലെ തന്നെ അണ്ടർടേക്കിംഗ് അനക്സർ 12 പറഞ്ഞേക്കാം, ഇത് ഞാൻ കാണിക്കാം. ആൻറ്റി റാഗിങ്ങിൻ്റേതാണ്. അപ്പോൾ ഈ ആൻറ്റി റാഗിങ്ങിൻ്റെ ഫോം ബോണ്ട് പേപ്പറിൽ എടുക്കാൻ അല്ലെങ്കിൽ മുദ്രപത്രത്തിൽ എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഫോം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോയാൽ മതി. ഇനി കോളേജ് ആവശ്യപ്പെടുകയാണ് അത് സ്റ്റാമ്പ് പേപ്പറിൽ വേണമെന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി കൊടുക്കുക, അതിൽ പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നോർമൽ പേപ്പറിൽ എടുത്താലും മതിയാവും. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടില്ല, അതായത് സ്റ്റാമ്പ് പേപ്പറിൽ വേണമെന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ മെഡിക്കൽ അലോട്ട്മെൻറ്റുകളിലൊക്കെ സ്റ്റാമ്പ് പേപ്പറിലാണ് എടുപ്പിക്കുക. അത് ജസ്റ്റ് ഒന്ന് കോളേജിൽ കോൺടാക്ട് ചെയ്തേക്കുക, കോളേജ് ആവശ്യപ്പെട്ടാൽ സ്റ്റാമ്പ് പേപ്പറിൽ എടുക്കുക. ഇനി അതർ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ബൈ ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ കോളേജിൽ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്, ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യുമെൻ്റ് ഒക്കെ ആവശ്യപ്പെട്ടാൽ അതും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ച പോലെ കുട്ടിക്ക് ബാധകമായിരിക്കുന്നത് മാത്രം. ഇപ്പോൾ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ, ഇപ്പോൾ SC/ST കുട്ടിയാണെങ്കിൽ NCLൻ്റെ ആവശ്യമില്ല, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മതി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ SC/ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, ഏതാണോ നിങ്ങൾക്ക് ബാധകം ആ ഡോക്യുമെൻറ്റുകളൊക്കെ ഉണ്ടാവണം. റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവണം. ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഫോർമാറ്റ്. അനക്സർ 10 നിങ്ങൾ ഒരു കഫേയിൽ പോയാൽ അവർ LBSൻ്റെ പ്രോസ്പെക്ടസിൽ നിന്ന് ഈ 10th അനക്സർ എടുത്ത് തരും. ഇത് നിങ്ങൾ അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറെ കൊണ്ട് ഫില്ല് ചെയ്ത് വാങ്ങിയാൽ മതി. അതുപോലെ അനക്സർ 12 പറഞ്ഞിരിക്കുന്ന ആൻറ്റി റാഗിങ്ങിൻ്റെ ഒരു ഡിക്ലറേഷൻ കൂടി, ഇത് കുട്ടിയും കുട്ടിയുടെ പേരൻറ്റും ഒക്കെ സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തുകൊണ്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞു, കോളേജ് ആവശ്യപ്പെട്ടാൽ അത് സ്റ്റാമ്പ് പേപ്പറിൽ എടുത്ത് കൊടുക്കണം. അതും ജസ്റ്റ് കോളേജിൽ കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സ്റ്റാമ്പ് പേപ്പർ ആവശ്യപ്പെട്ടാൽ അപ്പോൾ തൊട്ട് അവിടുന്ന് സ്റ്റാമ്പ് പേപ്പർ വാങ്ങി കോളേജിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കണം. ഇത് അതിൽ പ്രിൻ്റ് ചെയ്ത് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ LBSൽ നേഴ്സിംഗ് കോഴ്സുകൾ കിട്ടിയ കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ ആവശ്യമായ ഡോക്യുമെൻറ്റുകളും അതിൻ്റെ ഡീറ്റെയിലുമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കുക, 20-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ഡേറ്റ് എക്സ്റ്റൻഷനോ മറ്റെന്തെങ്കിലും അപ്ഡേറ്റോ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.